നസീറ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഇയാളുടെ ദയനീയതയും നിസ്സഹായാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഹരി, നാളെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. എംബസി പോകണം, അംബാസഡറെ കാണണം. എംബസിയിൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അയാളെ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. അയാൾ വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തരും. എന്തായാലും നാളെ തന്നെ നമുക്ക് കേസുമായിട്ട് പ്രൊസീഡ് ചെയ്യണം. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നൗ. ആ മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്തോളൂ. നസീറ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത് വലിയ പുലിവാലാവും. നീ അവളെ ചുമക്കാനൊന്നും നിൽക്കണ്ട. ഒന്നാമത് നീ ഒരു പ്രാരബ്ധക്കാരനാണ്. പിന്നെ നിന്റെ വീട് പണി നടക്കുകയല്ലേ. അവളെ ചുമക്കാൻ പോയാൽ നിന്റെ പോക്കറ്റ് കാലിയാവും. അതുമാത്രമല്ല, നിന്റെ ഫാമിലി വരുമ്പോൾ അവരോട് നീ എന്ത് സമാധാനം പറയും? നീ ഈ പറയുന്നൊന്നും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ അവസ്ഥയിൽ എങ്ങനെ അവളെ ഇറക്കി വിടുക? അത് കണ്ണുചോരയില്ലാത്ത പ്രവൃത്തിയായി പോവില്ലേ? പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ്, നീ ആ സിദ്ദിഖ് മുതലാളി ഒന്ന് വിളിക്ക്. അയാൾ വിചാരിച്ച നസീറയ്ക്ക് ഒരു ജോലി കൊടുക്കാൻ പറ്റും. ഒരു ജോലി കിട്ടിയ നസീറയുടെ കാര്യം സേഫ് ആവും. നിനക്ക് ഈ വക പ്രശ്നങ്ങളിൽ നിന്നും തലയൂരാനും പറ്റും. ശരി, ഞാൻ സിദ്ദിഖ് മുതലാളിയെ വിളിക്കാം. ഉമ്മ വന്നു. ഉമ്മ, ഉമ്മുമ്മ, ഉമ്മുമ്മ, എന്റെ ഉമ്മ എപ്പാ വരുവാ? വെക്കം വരുമോളെ, വിഷമിക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ സൈനബല്ലേ. കുട്ടികൾക്ക് കുറച്ച് പലഹാരങ്ങളാ. ഓ, കൊടുക്കാം, വെച്ചേക്കാം. കളിച്ചു കഴിഞ്ഞിട്ട് വാ, തരാം. വാ. നസീറയ്ക്ക് സുഖല്ലേ? ഓളി വിളിക്കാറുണ്ടാ? ഓ, വിളിക്കാറുണ്ട്. അവിടെ വലിയ കഷ്ടപ്പാടാണെന്ന്. ഓക്ക് അറബി അറിയൂലല്ല, അതിന്റെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്. എല്ലാം ശരിയാവും, വിഷമിക്കണ്ട. ഈ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഞമ്മക്ക് ആകെ വിഷമം. ഇതുവഴി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് പോണ കണ്ട ഉമ്മാ ഉമ്മാന്നും വിളിച്ച് പിന്നാലെ ചെല്ലും. الهاتف الذي تحاول الاتصال به مغلق حاليا. يرجى المحاولة فيما بعد. السلام عليكم رباب. شفيك؟ رباب أنا تبي أشوف نسيرة. نسيرة؟ يا حمار، أنت بديت واحد قدام مني، هو يشيل أغراض كامل. أنا تبي تشوفه هو. أنا أعرف أنت لازم يجي مني. رباب والله أنا ما أعرف. لا البيت كسرون كامل أغراض، بقيت ذهب عزات كلهم. يلا يلا اطلع مني، أنا خبر شرطة. شوف أنا الرفيق يا حمار. ഷമീമേ. ആ വാപ്പാ, ഈ പറയാമോനെ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പറ്റി? നസീറ ഇവിടെ കാണുന്നില്ല. എന്താ ഈ പറയണേ? അതെ വാപ്പാ, അവള് ആ വീട്ടിൽ നിന്ന് സ്വർണവും പണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് നാട് വിട്ടുന്നാ പറയണേ. അറബി പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഏത് നിമിഷവും പോലീസ് അവളെ അറസ്റ്റ് ചെയ്യും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ പറച്ചോനെ, ഞാൻ അന്വേഷിക്കാം. അബൂക്ക, നിങ്ങക്ക് എന്താ പറ്റിയത്? മോറാകെ മാറിയിട്ടുണ്ടല്ലോ. നിങ്ങള് മനുഷ്യനെ ബേജാറാക്കണ്ട്, കാര്യം പറയുന്നേ. ഞാനിപ്പോ എങ്ങനെയാ പറയാ? എന്താ? നസീറനെ കാണുന്നില്ല. അറബിയുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോയെന്നാ പറയുന്നത്. സത്യം എന്താ നമുക്കറിയില്ല. നിങ്ങളെ ചതിച്ചല്ല.
നസീറ പെട്ടെന്ന് റെഡി ആവണം. ഞാൻ സിദ്ദിഖ് മുതലാളി വിളിച്ചിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ ഹരി. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ നസീറ. ഓ വരൂ. നസീറ, ഹരി എന്നോട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കുട്ടി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇരിക്കുക. ഇയാൾ ഇവിടെ സുരക്ഷിതയായിരിക്കും കേട്ടോ. സ്വന്തം വീട് പോലെ ഈ വീട് നസീറയ്ക്ക് കരുതാം. തൽക്കാലം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എന്തൊരു കഷ്ടമായത്. നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ വരെ വന്നിട്ട് അതൊരു പെൺകുട്ടി ഇത്ര കണ്ട് കഷ്ടപ്പെടുക എന്ന് വെച്ചാൽ വല്ലാത്തൊരു ദുഃഖകരമായൊരു അവസ്ഥയാണ്. എന്തായാലും ഹരി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. സാർ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓ ആയിക്കോട്ടെ, താങ്ക്സ്. ശരി ശരി. ശരി. നസീറ വന്നോളൂ, നസീറയ്ക്കുള്ള മുറി കാണിച്ചു തരാം. വാ വരൂ. നസീറയ്ക്ക് ഈ മുറി താമസിക്കാം. എന്നാ പിന്നെ റെസ്റ്റ് എടുത്തോളൂ, ഞാൻ പുറത്ത് പോയിട്ട് വരാം. ഓക്കെ? ശരി. അവളെന്തിയാവോ? വേണ്ട, നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരത്തില്ല. അതുകൊണ്ട് വെള്ളം വെച്ചിട്ട് ആളെ കൂട്ടാൻ ശ്രമിക്കരുത്, മനസ്സിലായോ? കടിക്കരുത്. ഞാൻ പറയുന്ന കേട്ട് എനിക്ക് വഴങ്ങിയാല് നിനക്ക് നിന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള ആവശ്യമുള്ള പണം ഞാൻ തരും. കുറച്ച് ഇവിടെ കിടന്ന് ബഹളം വെച്ച് ആളെ കൂട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചാല് കൊന്നുകളയുന്നില്ല ഞാൻ, മനസ്സിലായോ? സുന്ദരിയാ, എനിക്ക് നിന്നെ വേണം.